നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും മാനുകാലത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങൾ എടുത്ത് നോക്കിയാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അഭിമുഖം, അതിനു മുന്നേ മഹാനടൻ, കേരളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മോഹൻലാലുമായിട്ടുള്ള അഭിമുഖം, ബസ്സുകളിൽ നോക്കിക്കഴിഞ്ഞാൽ റോഡിൽ ഇറങ്ങാൻ പറ്റത്തില്ല, ബസ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ചിത്രം. അപ്പോൾ തിരഞ്ഞെടുപ്പ് ഒക്കെ ശരിയായ രീതിയിൽ ആഘോഷിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇതുവരെ മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും കാണാൻ കിട്ടാത്ത മുഖ്യമന്ത്രി ഇപ്പോൾ അവൈലബിൾ ആണ്, എല്ലായിടത്തും കിട്ടുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. അതായത് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയൊരു വിപ്ലവക്കൊടിയുമായി ഇറങ്ങിയ വ്യക്തിയാണ് ജി സുധാകരൻ. ഇതുവരെയുള്ള CPM നേതാക്കളുടെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള മെമ്പർഷിപ്പുള്ള ഒരു വ്യക്തി, ജീവിച്ചിരിക്കുന്ന ആളെന്ന രീതിയിൽ VS കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു വ്യക്തിയെ, അങ്ങനെയുള്ളൊരു സഖാവിനെ, ഇത്രയും കാലം പാർട്ടിക്ക് വേണ്ടി ജീവിച്ച മനുഷ്യനെ ചെറ്റത്തരം കാണിച്ചു, വർഗവഞ്ചകൻ, ചതിയൻ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ നിഘണ്ടു നമുക്ക് അറിയാവുന്നതാണ്, ഇതിനു മുൻപ് പലരെയും വിളിച്ചിട്ടുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇത്തരം പെരുമാറ്റങ്ങൾ, ഇത്തരം വിശേഷണങ്ങൾ, ഇതൊക്കെ തന്നെ തിരഞ്ഞെടുപ്പിന് ഏത് രീതിയിലായിരിക്കും ബാധിക്കുക? അത് മുഖ്യമന്ത്രിക്ക് എന്ത് ഇമേജ് ആയിരിക്കും കൊടുക്കുന്നത്? അതായത് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ ഏറ്റവും വലിയ അനുകൂല ഘടകമാണ് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പിണറായി വിജയൻ നിലനിൽക്കുന്നു എന്നുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ 30-35 വർഷത്തെ ഭരണം കഴിഞ്ഞിട്ടാണ് വെറുത്ത് പോയത്. അപ്പോൾ ബംഗാളിലും ത്രിപുരയിലും 35 വർഷം കൊണ്ടുണ്ടാക്കിയ വെറുപ്പിൻ്റെ ഒരു 10 ഇരട്ടി വെറുപ്പ് 10 വർഷം കൊണ്ട് ഇയാൾക്കിവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഏതൊരു യൂട്യൂബ് ചാനലിൽ, Q എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണെന്ന് തോന്നുന്നു, ഈ P. ഗോവിന്ദപിള്ളയുടെ സാറിൻ്റെ മകൻ അയാളുടെ MG രാധാകൃഷ്ണൻ, അയാളുടെ ഒരു ചെറിയൊരു റീൽ ഞാൻ കാണാനിടയായി. അതിലയാൾ പറയുന്നത് ഈ വികസനമാണ് മുദ്രാവാക്യം, വികസനമാണല്ലോ CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. വികസനമാണ് മുദ്രാവാക്യമെങ്കിൽ സർ CPM ഇന്ദിരാഗാന്ധിയും ആയിരുന്നു ഇവിടെ തുടർന്ന് ഭരിച്ചുകൊണ്ടിരുന്നത്. കാരണം സർ CPയുടെ കാലത്തും ഇന്ദിരാഗാന്ധിയുടെ കാലത്തുമാണ് ഏറ്റവും കൂടുതൽ മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് CPM എന്ന് പറഞ്ഞ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, CPM എന്ന് പറഞ്ഞ പാർട്ടിയെ ജനങ്ങൾ അളക്കുന്നത് വികസനവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല. ജനാധിപത്യം ഇവിടെ ഉണ്ടായിരുന്നു, പാർട്ടി നയങ്ങൾ നടപ്പിലാക്കിയോ, പാർട്ടി തൊഴിലാളി വർഗത്തിന് വേണ്ടി എന്ന നിലപാട് നടപ്പിലാക്കി, ഇതൊക്കെ കൂടെ വെച്ചിട്ടാണ് ആളുകൾ ഇടതുപക്ഷത്തിനെ അളക്കുന്നത്. മനസ്സിലായോ? ഇയാളിപ്പോൾ ചെയ്യുന്നത് എന്താണ്? ഇയാൾ ഇപ്പം പറയുന്നത് വികസനം എന്നാണ് പറയുന്നത്. ഇനി ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ വർഗവഞ്ചകൻ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഇപ്പോൾ ചർച്ചയിലുണ്ടല്ലോ. അപ്പോൾ വർഗവഞ്ചകൻ എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ? CPM പ്രതിനിധീകരിക്കുന്ന വർഗത്തെ വഞ്ചിക്കുന്നവൻ, അവനാണല്ലോ വർഗവഞ്ചകൻ. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ? CPM എന്ന് ആരെങ്കിലും പോയാൽ അവൻ വർഗവഞ്ചകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM സമം കമ്മ്യൂണിസം എന്ന് പറയുന്ന പോലെയാണ്. ഇപ്പം സഖാവാകണമെങ്കിൽ CPM ആകണം. CPM ആയാൽ മാത്രമേ സഖാവാകാൻ പറ്റൂ. CPM ആയില്ലെങ്കിൽ സഖാവല്ല. CPM എന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ അവൻ വിമതൻ, അവൻ പാർട്ടി വിരുദ്ധൻ, അവൻ വർഗവൻ. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഏറ്റവും വലിയ വർഗവഞ്ചകൻ ആരാ? പിണറായി വിജയനാണ് കേരളത്തിൽ ഏറ്റവും വലിയ വർഗവഞ്ചകൻ. കാരണം CPM പ്രതിനിധീകരിക്കുന്ന വർഗത്തെ ഏറ്റവും അടിമുടി വഞ്ചിച്ച ആൾ പിണറായി വിജയനാണ്. CPM പ്രതികരിക്കുന്ന വർഗത്തിനെതിരായിട്ടുള്ള സമീപനങ്ങൾ മാത്രമാണ് പിണറായി വിജയൻ്റെ കയ്യിലുള്ളത്. തൊഴിലാളികൾക്കെതിരായിട്ടുള്ള സമീപനം മാത്രമേ അയാളുടെ കയ്യിലുള്ളൂ. ഇനി നിങ്ങൾ ജി സുധാകരനെ വർഗവഞ്ചകൻ എന്ന് പറയുന്നു. എന്താണ് അതിനകത്ത് യുക്തി? അയാൾ ഏത് വർഗത്തിനെയാണ് വഞ്ചിച്ചത്? അയാൾ തൊഴിലാളി വർഗത്തിനെ വഞ്ചിച്ചോ? അതെങ്ങനെ നമുക്ക് തൊഴിലാളി വർഗത്തിന് അയാൾ വഞ്ചിച്ചു എന്ന് പറയാൻ പറ്റുന്നത്? അയാൾ എന്താണ് ചെയ്തത്? അയാൾക്ക് കയ്യിലുണ്ടായിരുന്ന 63 വർഷത്തെ പാർട്ടി അംഗത്വം അയാൾ വേണ്ടെന്ന് വെച്ചു, CPMൻ്റെ അംഗത്വം വേണ്ടെന്ന് വെച്ചു. അയാൾ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ഇപ്പോഴും തുടരുകയാണ്. അയാൾ വർഗത്തെ വഞ്ചിച്ചു എന്നുള്ള എന്ത് ആരോപണമാണ് അയാൾക്കെതിരെ ഉള്ളത്? അയാൾക്കെതിരെ അഴിമതി ആരോപണമുണ്ടോ? അയാൾ പണക്കാരന് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ആരോപണമുണ്ടോ? അയാൾ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയെന്നോ, ഡോളർ കള്ളക്കടത്ത് നടത്തിയെന്നോ, അല്ലെങ്കിൽ മാസപ്പടി മേടിച്ചെന്നോ എന്നും പറഞ്ഞിട്ട് എന്തെങ്കിലും? ഇപ്പോൾ അയാളും പിണറായി വിജയനെ പോലെ 10 വർഷം അധികാരത്തിൽ ഇരുന്നവനാണ്. അയാൾ മന്ത്രിയായിട്ടും പിണറായി മുഖ്യമന്ത്രി. അയാൾ 10 വർഷത്തെ അധികാരത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് 5 വർഷം കഴിഞ്ഞിട്ടും അയാൾക്കെതിരെ എന്തെങ്കിലും ഒരു ആരോപണമുണ്ടോ? യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ വർഗമിത്രമാണ് സുധാകരൻ. ഏറ്റവും വലിയ വർഗവഞ്ചകരാണ് പിണറായി വിജയനും CPMൻ്റെ ഇപ്പോഴത്തെ നേതൃത്വവും. ഇപ്പോൾ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആരുടെ താല്പര്യം സംരക്ഷിക്കുന്നത്? തൊഴിലാളി വർഗത്തിൻ്റെ അല്ല, ഭാര്യയുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത്. മനസ്സിലല്ലേ? അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ വർഗവഞ്ചകർ? പിന്നെ ഇപ്പം നമ്മൾ ഓരോ നേതാക്കന്മാർ ഉപയോഗിക്കുന്ന വാക്കുകൾ, ആ വാക്കുകൾ ആ നേതാക്കന്മാരെ അടയാളപ്പെടുത്തുന്നൊരു വലിയ പങ്കാണ് വഹിക്കുന്നത്. ഇപ്പോൾ സുധാകരൻ പാർട്ടിയിൽ നിന്ന് പോയി എന്നുള്ളതിന് ചെറ്റത്തരം എന്നാണ് പറയേണ്ടത്.
അങ്ങനെയാണെങ്കിൽ എത്രയോ ചെറ്റത്തരം എന്ന് പറഞ്ഞ തീരുമാനങ്ങൾ പിണറായി വിജയൻ എടുത്തിരിക്കുന്നു. അതല്ലേ? അപ്പം ഓരോ നേതാക്കന്മാരെയും നമ്മൾ അസസ് ചെയ്യുന്നത് അവരുടെ വാക്കുകളും അവരുടെ ഉപയോഗങ്ങളും ഒക്കെ വെച്ചിട്ടാണ്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിൽ യാതൊരു പുതുമയില്ല. കാരണം കുലംകുത്തി എന്ന് പറഞ്ഞു. എം.എൻ. വിജയൻ മാഷം എന്ന് പറയുന്ന ഏറ്റവും വലിയ താത്വികാചാര്യം മരിച്ചപ്പോൾ അയാൾ വെറും കോളേജ് അധ്യാപകനായിരുന്നില്ല എന്ന് പറഞ്ഞു. മാതൃഭൂമി എഡിറ്റർ എടോ ഗോപാലകൃഷ്ണ എന്ന് വിളിച്ചു. പിന്നെ എൻ കെ പ്രേമേന്ദ്രനെ പരനാറി എന്ന് വിളിച്ചു. കുറേ വർഷങ്ങൾക്ക് ശേഷം അതിനെക്കുറിച്ച് ഇപ്പോൾ എന്താ അഭിപ്രായം? ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞു. വയനാട്ടിലെ ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചു. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ ചേറ്റത്തരം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രാഥമികമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയനെ സ്തുതിക്കുകയാണ് യഥാർത്ഥത്തിൽ UDF ചെയ്യേണ്ടത്. UDFകാർക്ക് അധികാരത്തിലെത്താനുള്ള ഏറ്റവും വലിയ സാധ്യത ഇപ്പോൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് പിണറായി വിജയൻ ഈസ് ലീഡിങ് ദ LDF. അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് കിട്ടാൻ കാരണം ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒരു ലക്ഷം ഇരട്ടി കൂടുതൽ. കാരണം ആര്യ രാജേന്ദ്രന് 5 വർഷം ഇരുന്ന് CPMൻ്റെ ഒരു കഴിക്കോലായിട്ട് ഭരിക്കാൻ മാത്രമേ ഇയാൾ അതല്ലല്ലോ. ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആദ്യത്തെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണം, ആ 10 വർഷത്തെ ഭരണത്തിൻ്റെ ഒരു രീതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. CPMനെ സത്യം പറഞ്ഞാൽ വരി ഉടച്ച് ഇല്ലാതാക്കി അയാളുടെ കഷ്ടത്തിൽ ഒടിച്ചു മടക്കി പോകുക, അല്ലെങ്കിൽ അയാളുടെ കാലിൻ്റെ ചവിട്ടടിയിലേക്ക് കൊണ്ടുപോവുക ചെയ്തില്ലേ? അയാൾ എന്താ യഥാർത്ഥത്തിൽ ചെയ്തത്? CPM എന്ന് പറഞ്ഞ പാർട്ടി, ആ പാർട്ടിയുടെ എല്ലാ വ്യക്തിത്വവും തകർത്തു. CPM എന്ന് പറഞ്ഞ പാർട്ടി, ഈ പാർട്ടിയുടെ ഒരു പ്രത്യേകത എന്താ? അവരുടെ നയങ്ങൾ നടപ്പിലാക്കുകയാണ് അവരുടെ മുഖ്യമന്ത്രി ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ പാർട്ടി സെക്രട്ടറിയേക്കാളും താഴെയാണ് മുഖ്യമന്ത്രി. VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ കേരളത്തിലെ ലെജൻഡറി ഫിഗർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പോലും ആ മുഖ്യമന്ത്രി ഭരിച്ചിരുന്നത് പിണറായി വിജയനായിരുന്നു. കാരണം എന്താണ്? പാർട്ടിയുടെ നയങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ് മുഖ്യമന്ത്രി. മനസ്സിലായില്ലേ? ഇയാൾ എന്താ ചെയ്തത്? ഇയാൾ പാർട്ടി സെക്രട്ടറിയെ വെറും ഒരു ഊച്ചാളിയാക്കി മാറ്റിക്കളഞ്ഞില്ലേ? ഇയാൾ പോയതോടുകൂടി പാർട്ടിയുടെ അധികാരം ഇയാൾ എടുത്തുകൊണ്ട് പോയില്ലേ? ഇപ്പോഴും പാർട്ടിയുടെ തീരുമാനങ്ങൾ മുഴുവൻ അയാളല്ലേ എടുക്കുന്നത്. അയാൾ പറയും 2 തവണ മത്സരിച്ചാൽ മതി എന്ന് അയാൾ പറയും. 75 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർ മത്സരിക്കേണ്ടെന്ന് അയാൾ പറയും. പിന്നീട് അയാൾ പറയും പിന്നെ 2 ടേം എന്നുള്ളത് നമുക്ക് വേവ് ചെയ്യാമെന്ന് അയാൾ പറയും. അയാളുടെ മരുമകനെ നിർത്താൻ അയാൾ. അപ്പോൾ പാർട്ടിയുടെ ആധികാരികതയും പാർട്ടിയുടെ അതോറിറ്റിയും പരിപൂർണമായിട്ട് ഇയാൾ നശിപ്പിച്ചു. 2 ഏകാധിപത്യമാണ് ഏറ്റവും വലുത് എന്ന് ഇയാൾ തെളിയിച്ചു. കഴിഞ്ഞ 10 വർഷത്തെ അയാളുടെ ഭരണം നോക്കൂ, അയാളുടെ പെരുമാറ്റങ്ങൾ നോക്കൂ, അയാളുടെ ഇടപെടൽ നോക്കൂ. അയാളാണ് എന്താണ് ഞാനാണ് നിയമം എന്ന് ഹിറ്റ്ലർ പറഞ്ഞില്ലേ? I am the law എന്ന് പറഞ്ഞതുപോലെ അയാളായിരുന്നു എന്നുള്ള നിലയിലേക്ക് അയാൾ കാര്യങ്ങളെ കൊണ്ടുവന്നു. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എന്താ? ഗവൺമെൻറ് സമം പിണറായി വിജയൻ സമം ഗവൺമെൻറ് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ ഏകാധിപത്യം ഉണ്ടല്ലോ, അത് ഇന്ത്യയിലെന്നല്ല, കേരളത്തിലെന്നല്ല, ഇന്ത്യയിലെന്നല്ല, ലോകത്ത് തന്നെ ഒരിടത്തും ജനങ്ങൾ അനുവദിച്ച അനുഭവം ഇല്ല. ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയും ഇയാൾ പിന്നെ അച്യുതാനന്ദനെതിരെ പറഞ്ഞത് എന്തൊക്കെയാണ് ഓർത്ത് നോക്കുക. അവിടെ മറ്റേ ഒരു ജാഥ തീർന്നപ്പോൾ ശംഖുമുഖത്ത് വെച്ച് പറഞ്ഞെന്താ? സൂഫി കവി പെൺകുട്ടി കടലിൻ്റെ തിരയെണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന് കുറച്ച് വെള്ളം എടുത്ത് ബക്കറ്റ് കൊണ്ടുപോയി. അച്ഛാ ഇതെന്താ തിരയില്ലാത്തെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു, മോളെ കടലിൻ്റെ മാർത്തട്ടിൽ കിടന്നാൽ മാത്രമേ തിരയുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് അച്യുതാനന്ദനെ വിമർശിച്ചവനല്ലേ പിണറായി വിജയൻ. ആ പിണറായി വിജയൻ ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പിണറായി 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 അല്ല വേറെ എവിടെയെങ്കിലും ഉണ്ടോ? VS അച്യുതാനന്ദൻ പാർട്ടിക്ക് മുകളിൽ വളരാൻ പാടില്ല എന്ന് പറഞ്ഞ പിണറായി വിജയൻ്റെ മോന്തായം കാണാതെ ഒരു മലയാളിക്ക് ഇന്ന് വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ? എവിടെ നോക്കിയാലും ഇയാളുടെ മോന്ത മാത്രമല്ലേ ഉള്ളൂ. അപ്പം എന്ന യാഥാർത്ഥ്യം എന്താ? ഇത് മുഴുവൻ അയാൾക്കെതിരെ തിരിഞ്ഞടിക്കും. മറ്റാരുണ്ട് LDF അല്ലാതെ? ആ ചോദ്യം തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധമാണ്. ഇത് BJPക്കാരൻ പറയുന്ന കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത് പോലെ ഞങ്ങളല്ലാതെ വേറെ ആരുണ്ട് എന്ന് ചോദിക്കുന്നത് തന്നെ ശരിക്കും ഒരു പുരോഗമനപരവും അതൊരു കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രമായിട്ട് ചേർന്ന് പോകുന്നൊരു സംഭവമാണ്. എന്നുവെച്ചാൽ ബഹുസ്വരമല്ലേ? ഞങ്ങൾ നിങ്ങളെക്കാൾ മെച്ചം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം. അല്ല ഞങ്ങളല്ലാതെ വേറെ ആരുണ്ട് എന്ന് ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ഏകാധിപത്യമല്ലേ? ഇത് കാണിക്കാൻ മാത്രമേ ഉള്ളൂ. ഇത് തന്നെയാണ് BJPയും പറയുന്നത്. മനസ്സിലായി? ഇതൊക്കെ ഏറ്റവും ജനാധിപത്യ വിരുദ്ധവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് ഇവർ. എന്നിട്ട് ഇവർ കൊണ്ടുവന്ന് നോക്കുന്ന ഇനി ഞങ്ങളാരുണ്ട് ഞങ്ങളല്ലാതെ മറ്റാരുണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങളല്ലാതെ മറ്റാരുണ്ടെന്ന് പറയുന്ന ആ മറ്റാരെന്ന് ഞങ്ങളെന്ന് പറഞ്ഞാൽ ആരാ? പിണറായി വിജയനാണ്.
ഞങ്ങളല്ലാതെ മറ്റാരുണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അണികളല്ലാതെ മറ്റാരുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെയും നമുക്ക് മനസ്സിലാക്കാം. ഇത് ഞങ്ങളല്ലാതെ മറ്റാരുണ്ടെന്ന് പറഞ്ഞിട്ട് ഇയാളുടെ മോന്തായമാണ് എടുത്തിട്ട് കാണിക്കുന്നത്. എന്നിട്ട് അത് എടുത്തുകൊണ്ട് ഒരുത്തൻ ഇവിടെ പറയാം കടകംപള്ളി അല്ലാതെ മറ്റാരുണ്ട്. ഇനി നിങ്ങളത് ആലോചിച്ച് നോക്കണം, മനസ്സിലായില്ലേ? കടകംപള്ളി അല്ലാതെ മറ്റാരുണ്ട് എന്നും പിണറായി അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ളതാണ് CPM-ൻ്റെ ഏറ്റവും വലിയ ജീർണത കാണിക്കുന്നത്. അതാണ്. ഇതൊന്നും ജനം അനുവദിച്ച് കൊടുക്കില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ റിസൾട്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 50% ബൂത്തിൽ പോലും കോൺഗ്രസിന് ആളുണ്ടായിരുന്നില്ല. കോൺഗ്രസ്സുകാരൻ മൊത്തം തമ്മിലടിയായിരുന്നു. എന്നിട്ടും വലിയ വിജയം ജനം ഉണ്ടാക്കി കൊടുത്തില്ലേ? അത് ഉണ്ടാക്കി കൊടുത്തതെന്ന് പറഞ്ഞാൽ UDF-കാരുടെ തമ്മിലടിയൊന്നും കണ്ടിട്ടില്ല. ഇതിന് ഞങ്ങൾ അനുവദിക്കില്ല, ഇതിൽ നിന്ന് ഞങ്ങൾക്ക് വിമുക്തമാകണം. അതാണ് ഇവിടെ നടക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ ഞാൻ 25 വർഷമായി പിണറായി വിജയനെതിരായിട്ടാണ് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും എനിക്കും പിണറായി വിജയനോട് ഒരർത്ഥത്തിൽ ഇപ്പം നന്ദിയുണ്ട്. എന്തിനാണെന്നറിയോ? പിണറായി വിജയൻ ഇതിന് നേതൃത്വത്തിൽ വന്നു എന്നുള്ളത്. ഞാൻ പറഞ്ഞപ്പം ഇപ്പം നമ്മളൊന്ന് ആലോചിക്കും, പിണറായി വിജയൻ ഒരു KK ശൈലജയായിരുന്നെങ്കിൽ UDF-ന് വലിയ പണിയായി പോയനെ. M സ്വരാജ് അതുപോലെയൊക്കെയുള്ള നല്ല നേതാക്കന്മാരൊക്കെയാണ് മത്സരിച്ചിരുന്നത്. ഇവിടെ കടകംപള്ളി മത്സരിപ്പിക്കാതിരുന്നെങ്കിൽ, അവിടെ മറ്റേ കൊലക്കേസ് പ്രതിയെ മത്സരിപ്പിക്കാതിരുന്നെങ്കിൽ, ഞാൻ ചോദിക്കുന്ന പയ്യന്നൂരിൽ TA മസൂദിനെ മത്സരിപ്പിക്കാതിരുന്നിരുന്നെങ്കിൽ അവിടുത്തെ എതിർപ്പ് മുഴുവൻ പോയില്ലേ? PK ശ്യാമളയെ അയാൾ മത്സരിപ്പിക്കുന്നതിന് പകരം A സുകന്യയാണ് മത്സരിച്ചിരുന്നെങ്കിൽ എന്താ അഡ്വാൻറ്റേജ് കിട്ടിയേനെ? കൊലക്കേസ് പ്രതിക്ക് പകരം ഷംസീറിനെ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ എന്താ അഡ്വാൻറ്റേജ് കിട്ടിയേനെ? അപ്പോൾ അതുകൊണ്ട് ഇത് ഇത്രയും ഒരു ചീഞ്ഞ് നാറി അഴുകി പൂഴ്ത്ത പുഴുവരിക്കുന്ന ഒരു ഭാണ്ഡക്കെട്ടായിട്ടുള്ള ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയതിൽ നമ്മൾക്ക് ഇവരോട് എല്ലാ കാലത്തും നന്ദി ഉണ്ടായിരിക്കണം. ഇവർ പോകാൻ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ 90% കാരണവും ഇവരാണ്, അല്ലാതെ UDF. സർ, ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ പറഞ്ഞതുപോലെ ഇളവുകൾ അത് ക്യാപ്റ്റന് മാത്രം മതി. ഇനി തൊട്ടടുത്തതായി പറഞ്ഞത് കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടുമെന്ന് പറഞ്ഞ് തൊട്ടു പിന്നാലെ ഇനി ഒരു വനിതാ മുഖ്യമന്ത്രി CPM-ൽ ഉണ്ടാകുന്നെങ്കിൽ അത് ഷൈല ടീച്ചർ ആയിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ മട്ടന്നൂരിൽ വെട്ടിയതും സണ്ണി ജോസഫിന് മുന്നിലേക്ക് ഇട്ടുകൊടുത്തതും അങ്ങനെ ഒരു സാധ്യത പോലും ഇനി ഉണ്ടാകരുത് എന്നുകൂടി കരുതിയിട്ട് തന്നെയാണോ സ്വന്തം പാർട്ടിയിലുള്ളവരെ വെട്ടിയ ചരിത്രമുള്ള പിണറായി വിജയന് ഇത്തരത്തിൽ വെട്ടി എത്ര കാലം മുന്നോട്ട് പോകാനായി സാധിക്കും? ഇല്ല, അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊരു വളരെ നിഷ്പക്ഷമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കൂ. 2 തവണ മുഖ്യമന്ത്രിയായ ഒരാൾ 3-ാം തവണ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുന്നതിൽ തെറ്റൊന്നുണ്ടെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷെ നമ്മൾ നിഷ്പക്ഷമായി ചിന്തിച്ചാൽ പിണറായി വിജയന് 3-ാം പ്രാവശ്യം മുഖ്യമന്ത്രി ആകാനുള്ള യോഗ്യതയുണ്ടോ? നമ്മൾ നിഷ്പക്ഷമായിട്ട് കഴിഞ്ഞ 10 വർഷത്തെ ഭരണമെന്ന് എടുത്ത് നമ്മൾ നോക്കുക. കുറേ വികസന പ്രവർത്തനങ്ങൾ നടന്നു. ആ വികസന പ്രവർത്തനങ്ങൾ നടന്നതിനും അതിൻ്റെ ഉത്തരവാദിത്വം പിണറായിക്ക് എങ്ങനെ ഏറ്റെടുക്കാൻ കഴിയും? ഇപ്പോൾ UDF 10 വർഷം കൂടെ ഭരിച്ചിരുന്നെങ്കിൽ അവരും കുറേ വികസന പ്രവർത്തനങ്ങൾ നടത്തിയാണ്. ഇനി വികസന പ്രവർത്തനങ്ങളുടെ കാര്യം ആണ് നമ്മൾ പറയുന്നതെങ്കിൽ ഇവർക്ക് പറയാനുള്ള വികസന പ്രവർത്തനം എന്താ? റോഡ്, അതിൻ്റെ പകുതി കേന്ദ്രത്തിലാണ്, പിന്നെ കുറച്ച് പാലങ്ങൾ. ഇതല്ലാതെ ഇപ്പം നിങ്ങൾ വ്യവസായ മേഖല എടുക്കൂ. വ്യവസായ മേഖലയിൽ കഴിഞ്ഞ 10 വർഷത്തിൽ എന്താ ഇവർക്ക് പറയാനുള്ളത്? നിങ്ങൾ കർണാടകവും തമിഴ്നാടും നോക്കുക. അവിടെ 8 ലക്ഷം 10 ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് അവിടെ വന്നിട്ടുള്ളത്. ചുമ്മാ ധാരണാപത്രമല്ല. ഈ തമിഴ്നാട്ടിലൊക്കെ ചെന്നാൽ അവർ ഈ 5000 രൂപ വെച്ച് സ്ത്രീകൾക്ക് കൊടുക്കുന്നു പറയുന്നില്ല. ആ നിലയിൽ അവരുടെ ഇക്കോണമി എത്രയോ $1 ട്രില്യൺ ഇക്കോണമി ആയിട്ട് അവിടെ വളർന്നിരിക്കുകയാണ് തമിഴ്നാട്ടിൽ. ഈവൻ കർണാടകയിൽ പോലും 6 ലക്ഷം 7 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇപ്പം ഇയാളുടെ കാര്യത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം കിട്ടി, ഇയാൾ പോകാത്ത ഒരു 10, 25, 30 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഒരു ധാരണാപത്രം പോലും ഉണ്ടായിട്ടില്ല ആദ്യം. പിന്നെ എന്താണ് ഇയാൾ ഇവിടെ കൊണ്ടുവന്ന വികസനം? കുറച്ച് പാലവും കുറച്ച് റോഡും വേണോ? അത് ആര് ഭരിച്ചാലും ഉണ്ടാവും. അതല്ലാതെ വേറെ എന്താണ് ഇയാൾ ഇവിടെ കൊണ്ടുവന്നത്? മനസ്സിലായി? അപ്പോൾ പിന്നെ എത്ര നിഷ്പക്ഷമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ നെഗറ്റീവ്സ്, ഞാൻ ചോദിക്കും, നെഗറ്റീവ്സ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇയാൾ 3-ാം തവണ ഭരിക്കാനുള്ള എന്ത് യോഗ്യതയാണ് ഇയാൾക്കുള്ളത്? 1. 2, 82 വയസ്സായില്ലേ ഇയാൾക്ക്? 81 വയസ്സ് കഴിഞ്ഞില്ല. രോഗാതുരനല്ലേ? അല്ലേ? ഇനി CPM പോലെ പാർട്ടിക്കകത്ത് മുഖ്യമന്ത്രിയാകാൻ കഴിവുള്ള ഒരാളില്ലാഞ്ഞിട്ടാണ്. ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല. പിണറായി വിജയനേക്കാൾ ഭേദപ്പെട്ട എത്രയോ പേരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് KK ശൈലജ ആയിക്കൂടായിരുന്നു? ഇപ്പോൾ ഉള്ള വനിതാ നേതാക്കന്മാരിൽ വെച്ച് CPM-ൻ്റെ അണികളുടെ ഏറ്റവും കൂടുതൽ പിന്തുണയുള്ളത് അവരല്ലേ? 50% സ്ത്രീകളല്ലേ കേരളത്തിലുള്ളത്? അല്ലേ? തീർച്ചയായും 50% സ്ത്രീകൾക്ക് റിസർവേഷൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്ന് ഇവരല്ലേ? ഞാൻ ചോദിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വനിത മുഖ്യമന്ത്രിയെ ഉയർത്തി കാണിച്ചിരുന്നെങ്കിൽ സ്ത്രീകളുടെ എന്നൊക്കെ ഉണ്ടാകുമായിരുന്ന പിന്തുണ ചെറുതല്ലേ? തീർച്ചയായിട്ടും UDF-ന്റെ കംപ്ലീറ്റ് വരിയുടയ്ക്കപ്പെട്ടു പോയേനെ. ആ സ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഒരു നേട്ടം. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാർഷിക മേഖലയെക്കുറിച്ച് എന്തെങ്കിലും ഒരു പറയുന്നുള്ളൂ? കാട്ടി തകർത്ത് തരിപ്പണമായി പോയില്ലേ കേരളത്തിലെ കാർഷിക മേഖല?
എല്ലാ പിന്നെ കാർഷിക ഉൽപ്പന്നങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്. അപ്പോൾ എന്താണ് ഇയാൾ ഇവിടെ ചെയ്തത്? ഇപ്പോൾ മെഡിക്കൽ കോളേജ് എല്ലാ ജില്ലയിലും ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയിരുന്നില്ലേ? ഉമ്മൻചാണ്ടി 5 വർഷം ഭരിച്ച ഉമ്മൻചാണ്ടിക്ക് വിഴിഞ്ഞം പറയാനുണ്ടായിരുന്നു, അയാൾക്ക് മെട്രോ റെയിൽ പറയാനുണ്ടായിരുന്നു, അയാൾക്ക് കണ്ണൂർ വിമാനത്താവളം പറയാനുണ്ട്. അതുപോലെ എന്തെങ്കിലും പറയാൻ പിണറായി വിജയനുണ്ടോ? ഞാൻ CPM അണികളോട് ചോദിക്കണം എന്തെങ്കിലും പറയാൻ. അപ്പോൾ ഒന്നും പറയാനില്ലാത്ത നെഗറ്റീവ്സ് മാത്രമുള്ള ഇയാളെ തന്നെ മുഖ്യമന്ത്രിയാക്കുന്നു ഒരു വശത്ത്. രണ്ടാമത്തെ വശത്ത് രണ്ട് ടേം പിന്നെ എന്ത് ചെയ്യുന്നു, ഇളവ് കൊടുത്തിട്ട് 16 പേർക്ക് ഇളവ് കൊടുക്കുന്നു. എന്താണ് ഇതിൻ്റെ യുക്തി എന്നുള്ളത് ആർക്കും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ജയസാധ്യതയുള്ളവരെയാണ് ഇയാൾ മത്സരിപ്പിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കടംവിളിച്ചത് എന്തിനാണ് ജയസാധ്യത? എന്താണ് ജോയി എന്ന് പറഞ്ഞൊരുത്തന് അവനാണ് ജയസാധ്യത? അവൻ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ തോറ്റവനല്ലേ? അവനെന്താ ജയസാധ്യത? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ 10-16 പേർക്ക് അങ്ങ് കൊടുത്തേക്കുക. ഞാൻ ചോദിക്കട്ടെ, ഇയാളുടെ മരുമകനെ ഇതാക്കിയില്ല, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാക്കിയില്ല. കഴിഞ്ഞ 5 വർഷക്കാലം എന്താ അയാൾ ചെയ്തത്? കുറേ പാലവും കുറേ റോഡും ഉണ്ടാക്കി, അല്ലാതെ പൊതുമരാമത്ത് മേഖലയിൽ എന്താ? ഇപ്പം ജി സുധാകരൻ 5 വർഷം ചെയ്തതിൻ്റെ ഒരു 4-1 കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇയാൾക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഞാൻ ജി സുധാകരൻ്റെ സംസാരിച്ചപ്പോഴത്തേക്ക് എന്നോട് അദ്ദേഹം പറയായിരുന്നു, അദ്ദേഹം കൊണ്ടുവന്ന സാധനങ്ങളുടെ തുടർച്ച മാത്രമാണ് ഇയാൾ ചെയ്തത്, വേറെ എന്താണ് ചെയ്തത്? ടൂറിസം മേഖലയിൽ ഇയാൾ എന്ത് പുല്ലാണ് ചെയ്തത്? ടൂറിസം മേഖലയിലൊന്നും ഇയാൾ ഒരു പുല്ലും ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണ് ഇയാളുടെ മരുമകൻ ചെയ്തത്? അപ്പം മരുമകൻ എന്താണ് ജയസാധ്യത? ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഈ പല മന്ത്രിമാരെ നിർത്തിയിരിക്കും. എന്താണ് അവരുടെ ജയസാധ്യത? ഇപ്പോൾ വീണ ജോർജ്, അവരേറ്റവും കൂടുതൽ ആരോഗ്യ മേഖലയിൽ തരം താഴ്ന്ന പ്രവർത്തനം കാഴ്ചവെച്ച സ്ത്രീയല്ലേ അവർക്ക് എന്താണ് ജയസാധ്യത? അപ്പം ഇത് മുഴുവൻ ഇയാളുടെ ഏകാധിപത്യ രീതികൾ നടപ്പിലാക്കാൻ വേണ്ടി ഇയാൾ കൊണ്ടുവന്ന് വയ്ക്കുന്നത്, ഇയാളാണ് നിയമം എന്നുള്ളതാണ്. അതുകൊണ്ട് നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ഒരാൾക്കും ഇയാൾക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. പാർട്ടി അണികൾക്ക് എന്ത് ഇതാണുള്ളത്? ഇപ്പോൾ ഞാൻ ചെയ്തപ്പം നിങ്ങൾ എന്തുകൊണ്ട് എം സിറാജിന് സീറ്റ് കൊടുത്തില്ല? നിങ്ങൾക്ക് 80 വയസ്സ് കഴിഞ്ഞ പിണറായി വിജയന് സീറ്റ് കൊടുക്കാമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് തോമസ് ഐസക്കിന് സീറ്റ് കൊടുത്തുകൂടാ? അങ്ങനെ എത്രയോ പേര് ഈ പാർട്ടിക്കകത്തുണ്ട്, എത്രയോ കഴിവുള്ളവർ ഈ പാർട്ടിക്കകത്തുണ്ട്. ആ പാർട്ടിക്കകത്ത് അപ്പോൾ ഇത്തവണ അയാളുടെ മകൻ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക വേണം. അതിന് വേണ്ടിയിട്ട് അയാൾ 2 ടേം ഇതാക്കുന്നു. എന്നിട്ട് അയാൾക്ക് മാത്രം എന്താണ് ഇളവെന്ന് പറയുന്നു. ഒരുത്തൻ മന്ത്രി ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് ഇപ്പോൾ പുറകോട്ട് വായും പൊളിച്ചങ്ങോട്ട് വീണു. അയാളുടെ പേരാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ. അയാൾക്ക് സീറ്റ്. വേറൊരുത്തരുണ്ടല്ലോ, എന്താ അയാൾക്ക് സീറ്റ്. ഇനി തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് ഒഴിച്ചിട്ടിരുന്ന എന്തിനാണെന്നറിയോ? അടിവസ്ത്രം കൃത്രിമം കാണിച്ചവന് സ്റ്റേ കിട്ടിയിരുന്നെങ്കിൽ സാധ്യത ഉണ്ടോ? അത് മറുവശത്ത് 5000 സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു പറഞ്ഞവനെ ഞാൻ പറഞ്ഞു, ആലോചിച്ച് നോക്ക്. അച്ചുവാർന്ന വല്ലതും ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ, ഒന്നുകിൽ അയാൾ കരണക്കുറ്റിക്കിട്ട് അടിച്ചേനെ, അല്ലെങ്കിൽ അയാൾ വല്ല വിഷം പിടിച്ചെന്ന് ആത്മഹത്യ ചെയ്തേനെ. 5000 സ്ത്രീകളുമായി എനിക്ക് ബന്ധമുണ്ടെന്ന് പറയുന്ന ഒരുത്തനെ സ്ഥാനാർത്ഥിയാക്കി വീണ്ടും മത്സരിപ്പിക്കുകയാണ്. മനസ്സിലായി? അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. മനസ്സിലായോ? യഥാർത്ഥത്തിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വന്നതോടുകൂടിയുള്ളൂ ഈ ചിത്രം ആകെ മാറിപ്പോയി. ഇപ്പം ഞാൻ തന്നെ DNA ന്യൂസ് മലയാളം എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ 175 ഇൻ്റർവ്യൂ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും അരമണിക്കൂർ. ശരാശരി വ്യൂവർഷിപ്പ് ഒരു 50,000-60,000 അരമണിക്കൂറുള്ള ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പം യൂട്യൂബ് വന്നുകൂടി അപ്പോൾ നിങ്ങൾ മാറുതാമല അപ്പോൾ യൂട്യൂബ് വന്നുകൂടി ചിത്രമാകെ മാറിപ്പോയി. മനസ്സിലായി? അതുകൊണ്ട് ജനം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തിരിച്ചടി 100% ഉറപ്പാണ്. എനിക്ക് മനസ്സിലാവാത്തൊരൊറ്റ ചോദ്യം, ഇവിടെ നിന്നാണ് സീറ്റ്? മനസ്സിലാവുന്നില്ല. മലബാറിൽ നിന്ന് ഇപ്പോൾ 2021 മുസ്ലിം സമുദായം ബഹുഭൂരിപക്ഷം LDFിൻ്റെ കൂടായിരുന്നു. ഇതൊന്നും ഒരു വോട്ട് കിട്ടുമോ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ സമുദായം മുഴുവൻ പോയില്ലേ? തിരുവിതാംകൂർ മുഴുവൻ ക്രിസ്ത്യാനികളും UDFിൻ്റെ കൂടെ വന്നു. ഹിന്ദുക്കളാണെങ്കിൽ ഹിന്ദുക്കൾ കാത്തിരിക്കുകയാണ് ശബരിമല കൊള്ളയിൽ അടി കൊടുക്കാൻ. അപ്പോൾ പിന്നെ എവിടെ നിന്നാണ് ഇവർക്ക് സീറ്റ്? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഇത് ജനം തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനം നമുക്ക് മെയ് 4-ാം തീയതി അറിയാം എന്നുള്ള ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളൊരു നടപടിക്രമം മാത്രമേ ഇനി പൂർത്തിയാക്കാനുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അത് എന്തു തന്നെ ആയിരുന്നാലും CPMന്റെ ഭാവി എന്താണ്? പിണറായി വിജയൻ്റെ ഭാവി എന്താണ്? അല്ല, പിണറായി വിജയൻ്റെ ഭാവി അധോഗതിയായിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ അത് CPMന്റെ ഒരു രീതി മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് വെച്ചാൽ അധികാരം ഉള്ളിടത്തോളം കാലം എല്ലാവരും കാല് നോക്കി നിൽക്കും. ദ മൊമെൻ്റ് നിങ്ങളുടെ അധികാരം പോയി എന്ന് വന്നു കഴിഞ്ഞാൽ ആ നക്കിയ കാലിൽ തന്നെ ചവിട്ടും. അധികാരം പോയാൽ പിന്നെ സ്വാമ്പ് ചെയ്യും, പിന്നെ അങ്ങോട്ട് ചതച്ചിച്ചെടുത്ത് തുപ്പിക്കളയും. അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയൻ്റെ അധികാരം പോയി കഴിഞ്ഞാൽ
പിന്നെ പിണറായി വിജയൻ ഇല്ല. അതാണ് ഒന്ന്. രണ്ട്, പിണറായി വിജയൻ്റെ അധികാരം പോയി കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് തമ്മിലടിയാവും. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ കണ്ണൂർ പാർട്ടി എടുത്ത് നോക്ക്. കണ്ണൂർ പാർട്ടിയിൽ പിന്നെ എം വി ഗോവിന്ദൻ്റെ ഒരു സെറ്റ്, ഇ പി ജയരാജൻ്റെ ഒരു സെറ്റ്, പി ജയരാജൻ്റെ ഒരു സെറ്റ്, പിന്നെ പി കെ ശ്രീമതിയുടെ ഒരു സെറ്റ്, ശൈലജ ടീച്ചറിൻ്റെ ഒരു സെറ്റ്. യാതവകുലം പോലെ ഇത് തമ്മിലടിച്ച് നശിച്ചു പോകും. ഇനി ഞാൻ പറയുന്നു, അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു ബദൽ സംവിധാനം ഇവിടെ വരും. കുഞ്ഞികൃഷ്ണൻ, ടി കെ ഗോവിന്ദൻ, ജി സുധാകരൻ, ഇവരെല്ലാവരും ജയിക്കും. അവരുടെ നേതൃത്വത്തിൽ ചിലപ്പോൾ പുതിയൊരു സാധനം ചിലപ്പോൾ ഡെവലപ്പ് ചെയ്ത് വന്നുകൂടായില്ല. ഞാനൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ കൂടും. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ചിലപ്പം പുതിയൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉദയം കാണാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ സുധാകരൻ ജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ യു ഡി എഫുകാർ ചിലപ്പോൾ സുധാകരനെ മന്ത്രിയാക്കി നിൽക്കും. അതെ, മന്ത്രിയാകരിക്കാൻ പറ്റില്ല, കാരണം ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളാണ് അയാൾ. പിന്നെ RMPക്കാർ അവർ കിടപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ധ്രുവീകരിച്ചിട്ട് ഒരു പുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉദയം ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ വലുതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിലവിൽ കോൺഗ്രസും BJPയും ചേർന്നുകൊണ്ടാണ് രാഷ്ട്രീയം കേരളത്തിൽ നടത്തുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് യഥാർത്ഥ രീതിയിൽ പടപൊരുതെന്നാണ് ഈ കൊടുത്ത അഭിമുഖങ്ങളിലൊക്കെ തന്നെ പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഇത് പറയുമ്പോഴും ശരിക്കും കേരളത്തിൽ BJP വളർത്തുന്നത് ആരാണ്? അവർക്കൊരു വിളനിലം ഉണ്ടാക്കി കൊടുത്തത് ഈ പറയുന്ന 20% എന്ന ആ ഒരു വോട്ട് ഷെയറിലേക്ക് അവരെ വളർത്തിയത് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിലാണ്. അല്ല, അത് എനിക്കതിനകത്ത് വ്യത്യസ്ത അഭിപ്രായമുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ BJP അതിൻ്റെ ഏറ്റവും വലിയ തകർച്ച നേരിടും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, BJPയുടെ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ കോർ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഹിന്ദു വോട്ട് ബാങ്കാണല്ലോ. അതിൽ ബഹുഭൂരിപക്ഷം നായന്മാരുടെ വോട്ട് ബാങ്കാണ്, ഈഴവരുടെ കുറവാണ്. BJP ഇത്തവണ ഏറ്റവും വലിയ ഒരു തിരിച്ചടി നേരിടാൻ പോകുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 2019 BJPക്ക് എന്ത് സംഭവിച്ചോ അത് ഇത്തവണയും സംഭവിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ നിഷ്പക്ഷമായിട്ട് നോക്കൂ, BJP ഒരു വലിയ ബാർഗൈനിങ് പോയിൻ്റായി ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. എന്നുവെച്ചാൽ BJP CPM കൂടെ ചേർന്നാൽ UDF തകരൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചകളാണല്ലോ എല്ലാ തെരഞ്ഞെടുപ്പും. അത് ഇത്തവണ ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇപ്പോൾ 2016 നമ്മൾ നോക്കൂ. 2016 BJP BDJS സഖ്യം ഒരു 10-15 സീറ്റെങ്കിലും നേടുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. കാരണം BDJS വരുമ്പോൾ ഈ ഈഴവരുടെ കുറേ വോട്ട് BDJS കിട്ടും എന്ന് നമ്മൾ വിചാരിച്ചു. 2019 BJP ഒരു 3 സീറ്റെങ്കിലും നേടും നമ്മൾ വിചാരിച്ചു, യുവതി പ്രവേശം. 2021 BJP ഒരു നിർണായക ശക്തിയാവും നമ്മൾ വിചാരിച്ചു. 2024 BJP ശക്തിയാവും വിചാരിച്ചു, കുറച്ച് ശക്തിയായി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും BJP ഒരു 10,000 വാർഡെന്നൊക്കെ പറഞ്ഞിട്ടാണ് സംശയം. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് നമ്മളൊന്ന് നോക്കിയേ, BJP ഒരു സ്പെൻഡ് ഫോഴ്സാണ്. BJPയെ കുറിച്ചിട്ട് ആരും ചർച്ച ചെയ്യുന്നില്ല. എന്താ അതിൻ്റെ കാരണം എന്നറിയാമോ? അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPയുടെ കോർ ഹിന്ദു വോട്ട് ബാങ്കിൽ വലിയ ഷിഫ്റ്റ് ഇത്തവണ UDFിലേക്ക് ഉണ്ടാവും. അതിൻ്റെ കാരണം എന്താണ്? ശബരിമല കൊള്ള. ശബരിമല കൊള്ളയിൽ ഹിന്ദു വോട്ട് ബാങ്ക് യുവതീ പ്രവേശം പോലെ തന്നെ കിന്നരാണ്. ശബരിമല കൊള്ള നടത്തിയതിന് CPMകാരാണ് പങ്കുവഹിച്ചതെന്നും ശബരിമല കൊള്ളയിലെ യഥാർത്ഥ കള്ളന്മാരായിട്ടുള്ള CPMനെ പിടിക്കാൻ SITക്ക് കഴിഞ്ഞിട്ടില്ലെന്നുള്ള നിലയിൽ വൃണിത ഹൃദയരാണ് ഹിന്ദു ജനവിഭാഗം. കാരണം അവരുടെ ഏറ്റവും വലിയ ആരാധനാലയമാണ് ശബരിമല. ആ ഹിന്ദു ജനവിഭാഗം തന്നെ വിശ്വസിക്കുന്നത് എന്താണ്? UDF എന്ന് കഴിഞ്ഞാൽ ശബരിമല കൊള്ളയിലെ കള്ളന്മാരെ പിടിക്കുമെന്നവർ വിശ്വസിക്കുന്നു. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എന്തിനാണ് ഹിന്ദുക്കൾ BJPക്ക് വോട്ട് ചെയ്യേണ്ട കാര്യം? എന്താ? എന്തെങ്കിലും കാരണം വേണ്ടേ? ഒരു കാരണമേ ഉള്ളൂ. BJPക്ക് വോട്ട് എന്നാൽ BJPക്ക് 5-6 MLAമാരെ ഉണ്ടാക്കിയേക്കാം എന്ന് പറഞ്ഞ് BJPക്ക് വോട്ട് ചെയ്യുന്നു. അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും ഹിന്ദു തയ്യാറാവുമോ? എന്നാൽ BJP നമുക്ക് മറ്റേ രാജീവ് ചന്ദ്രശേഖരനെ ജയിപ്പിച്ചേക്കാം, അല്ലെങ്കിൽ V മുരളീധരനെ ജയിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞ് ആരാ വോട്ട് ചെയ്യുന്നു? ജയിക്കുന്ന പാർട്ടിക്ക് ആളുകൾ വോട്ട് ചെയ്യുള്ളൂ. അത് ആളുകളുടെ ഒരു മെൻ്റൽ മേക്കപ്പാണ്. പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനമാണ് ഞാൻ പറഞ്ഞ ശബരിമല വിഷയത്തിൽ കള്ളന്മാരെ പിടിക്കണമെങ്കിൽ ഇവിടെ UDF വന്നാൽ മാത്രമേ കഴിയൂ എന്നുള്ളത് കൊണ്ട് UDFിൻ്റെ വോട്ട് ബാങ്കിലേക്ക് ഭയങ്കരമായി ഹിന്ദു വോട്ട് ബാങ്ക് തിരിച്ചു വരും. 2024 CPMന് ചെയ്ത വലിയ തോതിലുള്ള CPMൽ നിന്ന് BJPയിലേക്ക് വന്ന വലിയ വോട്ട് ബാങ്ക് ഉണ്ടല്ലോ, അത് ഇത്തവണ അത് തന്നെ പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയുടെയാണ് നേതൃത്വമെങ്കിൽ ഈ നായർ വോട്ട് മുഴുവൻ 12% നായർ വോട്ട്. ആ 12%-ലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ BJPക്ക് ഉള്ളത്. അത് മുഴുവൻ രമേശിൻ്റെ ലീഡർഷിപ്പാണെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു വരും. ഈഴവ വോട്ട് ബാങ്ക് CPMൻ്റെത് BJPയിലേക്ക് പോയത് UDFിലേക്ക് തിരിച്ചു വരും. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് വലിയ തിരിച്ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2024 19% അവർക്കുണ്ടായിരുന്നു, ഇപ്പോൾ 14% ഉള്ളൂ.
പഞ്ചായത്ത് അതുപോലും താഴോട്ട് പോകും എന്നാണ് എൻ്റെ വിശ്വാസം. അല്ല 1 സീറ്റോ 2 സീറ്റോ അവിടെ ഇവിടെയൊക്കെ പ്രാദേശികമായ പ്രശ്നങ്ങൾ കൊണ്ട് കിട്ടിയെന്നുള്ളതിനപ്പുറത്തേക്ക് BJP അതിൻ്റെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ തകർച്ച ഈ തെരഞ്ഞെടുപ്പിൽ നേരിടും എന്നാണ് എൻ്റെ വിശ്വാസം.